ഐക്യജനാധിപത്യ മുന്നണി ഞങ്ങളെ തുടക്കത്തിലെ തന്നെ നിയമമൂലം അതുപോലെ തന്നെ പല രൂപത്തിൽ ഇവിടെ ഒരു വികസന പ്രവർത്തനവും നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ ജനങ്ങൾക്ക് ഏറ്റവും എസൻഷ്യലായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പോലും പ്രഖ്യാപനങ്ങളിലൂടെ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഒരു കടുവ ചാടി വീഴുന്നത് പോലെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ഈ പരിപാടി നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, ആ പരിപാടി നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ വയനാട് തുരങ്കപാത ഞങ്ങൾ നടത്താൻ അനുവദിക്കില്ല, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല, ദേശീയപാത വികസനം ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ചാടി വീഴുന്നവരുടെ മനോഭാവം കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള സമുന്നതരായ കോൺഗ്രസ് UDF നേതാക്കന്മാരുടെ മനോഭാവം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട്. ശരി വസന്ത് ശ്രീ, ഇവിടെ സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. സുരേഷ് ചൂണ്ടിക്കാട്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിൽ തുടർഭരണത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആ സർവേയുടെ മുഖ്യ ലക്ഷ്യം തുടർഭരണമൊന്നുമല്ല, സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിലെത്തിക്കുക, ജനങ്ങളിൽ നിന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്നത് പോലെ ഇതൊരു നിയമവിരുദ്ധമായ കാര്യമൊന്നുമല്ല. ഒരു സാങ്കേതികമായ കാരണങ്ങളാൽ ഹൈക്കോടതി അത് തടഞ്ഞിട്ടുണ്ട്. ധനവിനിയോഗം സംബന്ധിച്ച കാര്യങ്ങളിൽ തടഞ്ഞിട്ടുണ്ട്. അല്ലാതെ സർവേ നടത്തരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങളുടെ നിലപാട്? അല്ല ജിംസ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ സർവേ എന്ന് പറയുന്ന സംവിധാനത്തിൽ ഞാൻ ഇവരെ അങ്ങനെ കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. UDF ഒന്നായത് പറഞ്ഞെങ്കിലും ഞാൻ ഇവരുടെ വിഷമം മനസ്സിലാക്കിയാണ്. കാരണം ഒന്ന്, ആദ്യം ഇവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറിയും താഴെ തട്ടിലുള്ള സഖാക്കൾ, പാർട്ടി സെക്രട്ടറി പറഞ്ഞു താഴെ തട്ടിലുള്ള സഖാക്കളെല്ലാം വീട് കയറണം. അങ്ങനെ വീട് കയറാൻ പോയപ്പോഴത്തേക്ക് ചൂലെടുത്ത് അടിച്ചോടിച്ചു. രണ്ടാമത്, താഴെ തട്ടിലുള്ള സഖാക്കൾ പോകത്തില്ല. അവർ പറഞ്ഞു ഈ മുകളിലുള്ള സഖാക്കന്മാര്, മൂത്ത സഖാക്കന്മാര് പോകുന്നുണ്ടെ പോയാൽ മതി, ഞങ്ങൾ ഇനി ചൂലിന് അടിമേടിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പാത്രം കഴുകാൻ പോയത്. അങ്ങനെ പോയി അതിനുശേഷം ആ പുറകെ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലേ, അധികാരം ഒന്നും പറഞ്ഞില്ല, പക്ഷെ ആ പുറകെ ബാക്കി സഖാക്കന്മാർ, ജില്ലാ തലത്തിലേക്കുള്ള സഖാക്കന്മാർ ചെന്നപ്പോ പട്ടി അഴിച്ചു വിട്ടു. അതായത് ഈ സർക്കാരിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് പാർട്ടിക്ക് അറിയണമെങ്കിൽ, അതിലേക്ക് എത്തപ്പെടണമെങ്കിൽ ഇവർക്ക് മറ്റു വഴികളില്ല. പാർട്ടി സഖാക്കന്മാർക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. ജനം ഒന്നേ പട്ടി അഴിച്ചുവിടും, അല്ലെങ്കിൽ ചൂലെടുത്തടിക്കും. ആ അവസ്ഥയിലാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, സർക്കാർ ടാഗിട്ട്, ഗവൺമെന്റ് സർവേ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന കണക്കിന് സർക്കാർ ടാഗിട്ട് 20 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് മാറ്റിവെച്ച് ഡിവൈഎഫ്ഐ സഖാക്കളെ പറഞ്ഞു വിടാമെന്ന് തീരുമാനിച്ചു. ഈ സർക്കാർ ടാഗും സർക്കാർ സർവേ എന്നൊക്കെ പറയുമ്പോൾ ജനം പട്ടി അഴിച്ചു വിടില്ല, ചൂലെടുത്ത് അടിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ഇവർ ഉള്ളത്. അതുകൊണ്ട് ആ പരിപാടിയാണ് ഇവർ നടത്തുന്നത്. ഇനി എന്റെ സ്നേഹം ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പറഞ്ഞത് ചില ടെക്നിക്കൽ കാരണങ്ങളാണ്, അതുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് വെച്ചത്. നോക്കൂ ശ്രീ സുരേഷ് കുമാർ, അങ്ങ് ആ വിധി വായിച്ചു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ആ വിധി പ്രസ്താവിക്കുന്നത്. 53 പേജാണ് വിധി. അതിൽ 6 തവണയാണ് ഇല്ലീഗൽ എന്ന് കോടതി പറയുന്നത്. നോക്കൂ, ഇല്ലീഗൽ എന്ന് വെച്ചാൽ നിയമവിരുദ്ധം എന്നാണ്, അല്ലാതെ ടെക്നിക്കൽ ഇൻകറക്ഷൻ എന്നല്ല കോടതി ആ വിധി പ്രസ്താവത്തിൽ പറയുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇല്ലീഗൽ. ടെക്നിക്കൽ കറക്ഷൻ വേണമെന്നില്ല, ഇത് ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്. സർക്കാരിന് ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് പുട്ടടിക്കാൻ വേണ്ടി സർക്കാർ ഖജനാവിലെ പണം എടുക്കാൻ പാടില്ല. ഒന്ന്, ആ വിധിയുടെ 14ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത് വേ ഓഫ് എന്താ പറയുന്നത്, പ്രൊക്വയറിംഗ് ഈ പീപ്പിളിനെ, ആരെ ഈ സർവേ നടത്താനുള്ള ആൾക്കാരെ പ്രൊക്വയർ ചെയ്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് പുട്ടടിക്കാൻ പാടില്ല എന്ന വിധിയിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ മീഡിയ ചാനലിന്റെ പ്ലാറ്റ്ഫോം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കരുത്. അത് ആലങ്കാരികമായി പറഞ്ഞ വസന്ത് പൂർത്തിയാക്കി. ആങ്കർ ഇക്കാര്യത്തിൽ ഇടപെടണം. അല്ലല്ല, അത് വിധി പറഞ്ഞു എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ആലങ്കാരികമായി പറഞ്ഞതല്ലേ. രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ. കോടതി വിധി എന്ന് പറഞ്ഞിട്ട് കോടതി ഓക്കെ, അത് ആലങ്കാരികമായി പറഞ്ഞതാണത്. UDFന്റെ ഭവന പദ്ധതി അടക്കമുള്ള പല വിഷയങ്ങളിലും കൃത്യമായ എതിർപ്പുണ്ടായിട്ട് ഇടപെടാത്ത ആളാണ് ഞാൻ. എന്നിട്ട് അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാനാണെങ്കിൽ അങ്ങയുടെ എല്ലാ അവസരത്തിലും ഞാൻ ഇനി ഇടപെടും. ശരി, വസന്ത് പൂർത്തിയാക്കും.